ഫേസ്ബുക്ക് റീസെൻ്റ്ലി കൊണ്ടുവന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് നമ്മുടെ ആഡ് അക്കൗണ്ടിലത്തെ പുതിയ അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ അപ്ഡേറ്റ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ക്ലയൻറ്റിൻ്റെ യൂറോപ്പ് ആഡ് അക്കൗണ്ടിൽ വിസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ചിലതൊക്കെ എൻ്റെ ഇന്ത്യൻ ആഡ് അക്കൗണ്ടിലും ഇതുവരെയായിട്ടും അവൈലബിൾ ആയിട്ടില്ല. എനിക്ക് റീസെൻ്റ്ലി വന്ന അപ്ഡേറ്റ്സിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഫീച്ചറാണ് ഡയറക്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. സപ്പോർട്ട് എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു ടിക്കറ്റ് റേസ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഒരു സപ്പോർട്ട് ടിക്കറ്റ് എന്തെങ്കിലും നമ്മൾ മെറ്റയിൽ റേസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കൺസേൺസിന് എങ്ങനെയാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയോ എന്നുള്ളത് അറിയാൻ എളുപ്പം പറ്റുന്ന ഒരു പുതിയൊരു സെഗ്മെൻ്റ് ആണ് ഈ ഒരു ഡയറക്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നു. മറ്റേത് നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ട് ടിക്കറ്റ് നമ്മൾ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ അറിയാൻ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് പോലെയാണ് ഫീൽ ചെയ്തത്. സോ ബേസിക്കലി ഇപ്പോൾ പുതിയ ഒരു സെഗ്മെന്റ് വന്നിരിക്കുന്നത് എനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു ലൊക്കേഷൻ നമ്മൾ കൊടുത്ത് നമ്മൾ ആ ലൊക്കേഷനിലത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഈ ചില ആഡ് അക്കൗണ്ട്സിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. മോർ പീപ്പിൾ ലൈക്ലി ടു റെസ്പോണ്ട് ടു യുവർ ആഡ് എന്നൊരു ഓപ്ഷനും കൂടെ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിന് അവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ആ ഒരു ഓപ്ഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് ലൈക്ക് നമുക്കിപ്പോൾ റീസെൻ്റ്ലി മെറ്റ കൊണ്ടുവന്നിരിക്കുന്ന കുറേ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിയാലും അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ്, അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചില ഓപ്ഷൻസ് ഒക്കെ ഒരുവിധം നല്ലപോലെ പെർഫോമിംഗ് ആണ്. അപ്പോൾ അതുപോലത്തെ ഓരോ ഒപ്റ്റിമൈസേഷൻ ഫേസ്ബുക്ക് അതിൻ്റെ അകത്ത് തന്നെ മെറ്റ ആഡ് അക്കൗണ്ടിൽ അവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു ഓപ്ഷനാണ് ഈ ലൊക്കേഷൻ്റെ അകത്തുള്ള ഈ ഓപ്ഷൻ. എനിക്കിത് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്നു. ബിക്കോസ് ലൈക്ക് നമ്മുടെ ആഡ് കണ്ട് റെസ്പോണ്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് മെറ്റയ്ക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് പുഷ് ചെയ്യാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി കൂടുതൽ റെസ്പോൺസസ് കൊണ്ടുപോയാൽ ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. ഡെഫിനറ്റ്ലി നമ്മളത് കൂടുതൽ ട്രയൽ ആൻഡ് എറർ ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആക്ച്വൽ റിസൾട്ട്സ് എന്താണെന്നുള്ളത് അറിയത്തുള്ളൂ. ഡെഫിനറ്റ്ലി ഈ ഒരു ഫീച്ചർ ബെറ്റർ ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഫീച്ചർ കണ്ടിട്ട് ബെറ്ററായി തോന്നുന്നു. ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. സോ ദാറ്റ്സ് എ ന്യൂ അപ്ഡേറ്റ് വിച്ച് ഐ ലൈക്ക്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഫീച്ചർ അട്രാക്റ്റീവായിട്ട് തോന്നിയത് പ്രൊമോ കോഡ്സ് ആണ്. സോ ബേസിക്കലി നമ്മൾ ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പ്രൊമോ കോഡ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോഴത്തേക്കും നമ്മൾ റീൽ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ് ചിലപ്പോൾ റീൽസിലായിരിക്കും വരുന്നത്. അത് ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് മാറും, നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച് എല്ലാം റെസ്പോൺസസ് മാറും. പക്ഷേ റീൽസിൽ കൂടുതൽ റെസ്പോൺസസ് എനിക്ക് വരാറുള്ളത്. അപ്പോൾ റീൽസിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പം റീൽസിൻ്റെ അവിടെ തന്നെ പ്രൊമോ കോഡ് കൊടുക്കാൻ പറ്റുന്നത് കുറച്ചും കൂടെ ഒരു ബെറ്റർ റെസ്പോൺസ് കൂട്ടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ആ റീൽസിൽ ഒരു പ്രൊമോ കോഡ് വെക്കാൻ പറ്റുന്ന ഒരു പ്ലേസ്മെൻറ്റ് എനിക്ക് ബെറ്റർ ഫീച്ചറായിട്ട് തോന്നും. റീസെൻ്റ് ആയിട്ട് മെറ്റ കൊണ്ടുവന്നതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 ഫീച്ചേഴ്സ് ഓർ അപ്ഡേറ്റ്സ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. വേറെയും കുറേ അപ്ഡേറ്റ്സ് മെറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. സെയിൽസ് ആൻഡ് ഒബ്ജക്റ്റീവിലും അതുപോലെ തന്നെ ട്രാക്കിങ്ങിൻ്റെ ഫീച്ചേഴ്സിലും ക്രിയേറ്റീവിൻ്റെ ഫീച്ചേഴ്സിലും അതുപോലെ തന്നെ ഇഷ്ടംപോലെ സെഗ്മെൻറ്റ്സിലും മെറ്റ കുറേ അപ്ഡേറ്റ്സ് കഴിഞ്ഞ റീസെൻറ്റ് മന്ത്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓൾസോ റിഗാർഡിംഗ് ഓഡിയൻസ്, നമുക്ക് ഓഡിയൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്ക്ലൂഡിങ് ഓപ്ഷൻസ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് മെറ്റ പല ആഡ് അക്കൗണ്ട്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ആഡ് അക്കൗണ്ടിലൊക്കെ അത് അവൈലബിൾ ആയി വരുന്നതേ ഉള്ളൂ. ആൻഡ് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തതിൽ എനിക്ക് ഒരുവിധം ഓക്കെ ആയി തോന്നിയതും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയ 2-3 ഫീച്ചേഴ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മെറ്റ റീസെൻ്റ്ലി കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മെറ്റ റീസെൻ്റ്ലി കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യാം. So if you are interested, you can let me know. So if you haven't subscribed, please subscribe this YouTube channel. Stay tuned for the next video.